സാഹചര്യം നമ്മൾ ഹരിയാനയിൽ കണ്ടതാണ്, ഉത്തർപ്രദേശിൽ കണ്ടതാണ്. വോട്ടിംഗ് മെഷീനുകൾ അലസമായി കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടു, ഞാൻ ഇന്ന് 7 വോട്ട് ചെയ്തു എന്ന് പറയുന്ന രൂപത്തിലുള്ള എന്ത് നടപടി ഉണ്ടായിരുന്നു? ബീഹാറിൽ തന്നെ ഡൽഹിയിൽ വോട്ട് ചെയ്തവർ ബീഹാറിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തവർ ബീഹാറിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അത് എടുത്ത് കാണിക്കുകയും ചെയ്തു. പിന്നെ VVPATകൾ റോട്ടിൽ കിടക്കുന്നു. അപ്പം ഇങ്ങനെ എല്ലാ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാം തുറന്നു കിടക്കുന്ന ഒരുപാട് സംഗതിയുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഏകപക്ഷീയമായി അത് എത്ര വലിയ നമ്പറാണെന്ന് പറഞ്ഞാലും BJPക്ക് ഏകപക്ഷീയമായി ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ NDAക്ക് ആർമാദിക്കാനുള്ള ഒന്നായി തെരഞ്ഞെടുപ്പ് ഫലത്തെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് മറുഭാഗത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ പരാജയം അവരുടെ കഴിവുകേടായോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ മേൽക്കോയ്മയായോ മാത്രം ചിത്രീകരിക്കുന്ന ഒരു വ്യവഹാരം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആ ഒരു തലത്തിൽ നിന്നുകൂടി തന്നെ കാണേണ്ടി വരും.